പീഡന ആരോപണം നേരിടുന്ന പുരുഷനും തുല്യ നീതി ലഭിക്കാൻ പുരുഷ കമ്മീഷൻ തന്നെ വേണമെന്ന രാഹുൽ ഈശ്വറിൻ്റെ ഡിമാൻഡ് ആവശ്യം അത് 100% ശരിയാണ്. അത് രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ സൂചിപ്പിച്ച വിഷയമാണ്. അദ്ദേഹം അത് ഏറ്റെടുത്ത് ശക്തമായി അത് അവതരിപ്പിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നമുക്ക് അംഗീകരിക്കാവുന്ന അല്ല. ഇതിനായി ബോധപൂർവം രാഷ്ട്രീയ സാമ്പത്തിക നേട്ടത്തിനായി പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച് ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള നേതാക്കളെ അപമാനിച്ച ശേഷം തനിക്ക് ഗുരുതര രോഗമാണെന്ന് പറഞ്ഞ് അടിതപ്പി ഞെളിഞ്ഞു നടക്കുന്ന സോളാർ നായികയെ പോലുള്ള അതിജീവിതമാരെ ജയിലിലടയ്ക്കാൻ നിയമം വേണമെന്ന് ഞാൻ അന്ന് ആവശ്യപ്പെടുന്നു, വീണ്ടും ആവശ്യപ്പെടുന്നു. അപ്പോൾ രാഹുൽ ഈശ്വർ നീതി ലഭിക്കണമെന്നും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അന്ന് പറഞ്ഞതുപോലെ ഇന്നും പറയുന്നു, പരാതി ഏതെങ്കിലും ഒരാളെ, ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ ഇല്ലാതാക്കാൻ, ആരെക്കൊണ്ടെങ്കിലും ഒരു പീഡന ആരോപണം ഉന്നയിപ്പിക്കാൻ ഇന്ന് ഇവിടെ സാധിക്കുന്നുണ്ട് പലർക്കും. ആ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം അവസാനം ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ജീവിതവും അവൻ്റെ ജീവനും നശിപ്പിച്ചതിന് ശേഷം അവർക്കൊക്കെ, ഈ പറയുന്ന ആളുകൾക്ക് കുടുംബമുണ്ട്, അല്ലെങ്കിൽ അമ്മയുണ്ട്, അല്ലെങ്കിൽ സഹോദരിമാരുണ്ട് എന്ന് വിചാരിക്കണം. അവരെ ഇങ്ങനെ, പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില മാധ്യമങ്ങൾ ചാനൽ തുറന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കലി വരും. ഇത് മാത്രം, ഈ പീഡന വാർത്ത മാത്രം കാണിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അതിലും നമുക്കറിയാം പലപ്പോഴും പാർഷ്വാലിറ്റി ഉണ്ടാവാറുണ്ട് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട ഒരു വിഷയങ്ങളും ഇവിടെ ചർച്ചയാകുന്നില്ല. ഇവിടെ ശബരിമല വിഷയം ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയാം. ശബരിമല ഉൾപ്പെടെ, ഇവിടുത്തെ വിലക്കയറ്റം ഉൾപ്പെടെ, കാർഷിക വിളകളുടെ വിലത്തകർച്ച ഉൾപ്പെടെ, ഇവിടുത്തെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പം നമുക്കറിയാം, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ കറണ്ട് ചാർജ് എത്ര തവണ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നില്ല. വെള്ളക്കരം വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ പെരക്കരം വർദ്ധിപ്പിച്ചു, വസ്തുവിൻ്റെ കരം വർദ്ധിപ്പിച്ചു. ഇതൊക്കെ ആരുടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഈ 2000 രൂപ അങ്ങോട്ട് കൊടുക്കുന്ന അവനും ഇത് അടയ്ക്കണം. അപ്പോൾ ഇത് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അതിലൊരു